നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ വ്യാപാര കരാർ, മദർ ഓഫ് ഓൾ ഡീൽസ്, ഇത് കണ്ട് കണ്ണുമിഴിച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകം അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ആ കരാർ ഒപ്പിട്ടുവെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ചരിത്രപരമായ ഈ കരാർ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് അമേരിക്ക. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി ധാരണയിലെത്തിയ വ്യാപാര കരാറിനെതിരെ ഇപ്പോൾ US പ്രതികരിക്കുന്നു. ഇന്ത്യയുമായി കരാറിലെത്തിയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ-യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണ് എന്ന് അമേരിക്ക കുറ്റപ്പെടുത്തി. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഈ കുറ്റപ്പെടുത്തൽ നടത്തിയത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്ക് മേൽ കനത്ത താരിഫ് അമേരിക്ക ചുമത്തിയത്. എന്നാൽ ഇതിനു പിന്നാലെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി കരാറിലെത്തിയത് ട്രംപിനെ ഞെട്ടിച്ചു. ഇന്ത്യയിലെത്തുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് യൂറോപ്പിന് ഇന്ത്യ വിൽക്കുന്നു. യൂറോപ്പിനെതിരായ യുദ്ധത്തിന് യൂറോപ്പ് തന്നെ ഫണ്ട് ചെയ്യുന്നുവെന്ന് അമേരിക്ക പറയുന്നു. US-ഉമായുള്ള വ്യാപാര കരാർ പാതി വഴിയിൽ നിൽക്കവേ യൂറോപ്യൻ യൂണിയനുമായി ചരിത്ര കരാറിൽ ഒപ്പിട്ടതാണ് ഇപ്പോൾ അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ കരാർ എണ്ണ വാതക മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ആഗോള GDP-യുടെ 25%, ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നത്. പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ സഹകരണം, 27 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. കരാർ ഇന്ത്യയുടെ 1.4 ബില്യൺ ജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങൾക്ക് തുടക്കമിടും. കരാർ പ്രകാരം ഇനി ഇന്ത്യക്ക് ലഭിക്കുന്നത് വലിയ കമ്പോളം. US ഏർപ്പെടുത്തിയ ഉപരോധത്തെ ഇന്ത്യക്ക് നിഷ്പ്രയാസം മറികടക്കാൻ കഴിയും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വഴി ലോകത്തെ 27 രാജ്യങ്ങളിലെ കമ്പോളങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എണ്ണ ശുദ്ധീകരണ രംഗത്ത് ഇന്ത്യ വൻ ശക്തിയായി മാറുന്ന കാഴ്ച. കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് വാർത്താക്കുറിപ്പിലൂടെ ഇന്ത്യൻ സർക്കാർ പുറത്തുവിടും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ കരാർ ജനുവരി 27 ഒരു നാഴികക്കല്ലായി മാറുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി തുടരുന്ന ചർച്ചകൾ, നീണ്ട ചർച്ചകൾ, അവസാന നിമിഷ വിട്ടുവീഴ്ചകൾ, അങ്ങനെ അന്തിമ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക സ്ഥാപനങ്ങൾ തമ്മിലുള്ള വ്യാപാര പ്രവാഹമാകും ഇനി ലോകം കാണുക. ആഗോള സാമ്പത്തിക ഉൽപ്പാദനത്തിന്റെ ഏകദേശം 1/4 ഏകദേശം 2 ബില്യൺ ജനങ്ങളുടെ സംയുക്ത വിപണി. ഇത് യൂറോപ്യൻ യൂണിയനുമായുള്ള മികച്ച സാമ്പത്തിക സംയോജനത്തിനായി സന്തുലിതവും ഭാവിയിലേക്കുള്ളതുമായ ഒരു കരാറായിരിക്കുമെന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാരവും നിക്ഷേപവുമൊക്കെ ഈ കരാർ വഴി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരു ദശാബ്ദത്തിന് മുൻപ് ന്യൂഡൽഹിയും ബ്രസൽസും തമ്മിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. താരിഫ് നിയന്ത്രണ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം നിരവധി വർഷങ്ങൾ കഴിഞ്ഞുപോയി. തന്ത്രപരമായ സാമ്പത്തിക വൈവിധ്യവൽക്കരണം അനിവാര്യമാണ് എന്ന പൊതുധാരണയിലെത്തിയിട്ട് വർഷങ്ങൾ. ഒടുവിൽ 2022 ചർച്ചകൾ ഔപചാരികമായി പുനരുജ്ജീവിപ്പിക്കുന്നു. ഇക്കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമായി ചർച്ചകൾ നടത്തി. ഇതോടെയാണ് ഈ കരാറിലേക്കുള്ള അതിവേഗ നീക്കത്തിന് തുടക്കമിട്ടത്. ബ്രസൽസ് അടുത്തിടെ നിരവധി രാജ്യങ്ങളുമായി വാണിജ്യ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. ഓട്ടോമൊബൈൽ, സ്റ്റീൽ, നിയന്ത്രണ തടസ്സങ്ങൾ തുടങ്ങി രാഷ്ട്രീയമായ സെൻസിറ്റീവ് വിഷയങ്ങളിലാണ് ചർച്ചകൾ പലപ്പോഴും വഴിമുട്ടി നിന്നത്. ഈ കരാർ വഴി നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയ്ക്കാൻ തയ്യാറായി. നിർമ്മാണം, രാസവസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയിലുടനീളം ഇന്ത്യൻ കയറ്റുമതിയുടെ വിശാലമായ ശ്രേണിക്ക് ഇനി മെച്ചപ്പെട്ട ഒരു വിപണി പ്രവേശനം യൂറോപ്യൻ യൂണിയനിൽ ലഭിക്കും. ചർച്ചകളിൽ ഏറ്റവും തർക്കവിഷയമായി മാറിയത് ഓട്ടോമൊബൈൽസ് തന്നെ. വിദേശ നിർമ്മിത കാറുകൾക്ക് നിലവിൽ ഇന്ത്യ 100%-ലധികം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നു. കരാർ പ്രകാരം യൂറോപ്യൻ യൂണിയൻ നിർമ്മിക്കുന്ന വാഹനങ്ങളുടെ താരിഫ് ഏകദേശം 40% കുറയും. ഇതാണ് ഈ കരാറിന്റെ ഏറ്റവും സവിശേഷമായ ഭാഗം. ഇത്തരമൊരു നീക്കം യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റം വരുത്തും. ആഗോള നിർമ്മാതാക്കളെ രാജ്യത്ത് തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കും. ഫോക്സ്വാഗൺ, BMW, മെഴ്സിഡസ് ബെൻസ്, റെനോ തുടങ്ങിയ യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾക്ക് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന
ഓട്ടോമോട്ടീവ് വിപണികളിൽ ഇനി യഥേഷ്ടം കയറി വരാം. കൂടുതൽ ആഴത്തിലുള്ള പങ്കാളിത്തമാണ് ഇതുവഴി ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ആഡംബര ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവയും വലിയ തോതിൽ കുറയും. $4000 കൂടുതൽ ലാൻഡ് വിലയുള്ള യൂറോപ്യൻ ഓട്ടോമൊബൈലുകൾക്ക് ഇന്ത്യ നിലവിൽ ഏകദേശം 100% ഇറക്കുമതി തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലാണ് ഗണ്യമായ വെട്ടിക്കുറയ്ക്കൽ. യൂറോപ്യൻ നിർമ്മാതാക്കൾക്ക് അവരുടെ വാഹനങ്ങൾക്ക് കൂടുതൽ മത്സരാധിഷ്ഠിത വില നിശ്ചയിക്കാൻ ഇനി ഇന്ത്യയിൽ കഴിയും. യൂറോപ്പിൽ നിന്നുള്ള വൈനുകൾക്ക് ഇനി ഇന്ത്യയിൽ വലിയ തോതിൽ വില കുറയും. എന്നാൽ യൂറോപ്പിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് എന്നിവയിലുൾപ്പെടെ ഇന്ത്യൻ കയറ്റുമതികൾക്ക് യൂറോപ്യൻ യൂണിയൻ കൂടുതൽ പ്രവേശനം അനുവദിക്കും. യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ താരിഫ് ഇതര തടസ്സങ്ങൾക്കും ഇനി മാറ്റം വരും. പ്രത്യേകിച്ച് സ്റ്റീൽ, അലുമിനിയം, സിമന്റ് കയറ്റുമതിയെ ബാധിക്കുന്ന കാർബൺ സംബന്ധമായ ലെവികൾ വലിയ തോതിൽ കുറയ്ക്കേണ്ടി വരും യൂറോപ്യൻ യൂണിയന്. 2025 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉഭയകക്ഷി ചരക്ക് വ്യാപാരം $136 ബില്യൺ ആയിരുന്നു. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി $75.9 ബില്യൺ, എന്നാൽ ഇറക്കുമതി $60.7 ബില്യൺ. ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നു. ഇത് $15 ബില്യൺ ഇന്ത്യക്ക് നേടിത്തരുന്നു. $11 ബില്യൺ ഇലക്ട്രോണിക്സ് രണ്ടാമത്തെ വലിയ കയറ്റുമതി വിഭാഗമായി വളർന്നു നിൽക്കുന്നു. സ്മാർട്ട് ഫോണുകൾക്ക് മാത്രം $4.3 ബില്യൺ കയറ്റുമതി. യൂറോപ്പുമായുള്ള വ്യാപാര ഇടപാടുകളുടെ മൂലക്കല്ലായി മാറുന്നത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളുമൊക്കെ. വസ്ത്ര കയറ്റുമതിയിലൂടെ ഇന്ത്യ നേടിയെടുത്തത് $4.5 ബില്യൺ. ഈ കണക്കിൽ വലിയ കുതിപ്പുകൾക്ക് വരും വർഷങ്ങൾ സാക്ഷ്യം വഹിക്കും. രത്നങ്ങളും ആഭരണങ്ങളുമൊക്കെ വലിയ തോതിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യ ഓട്ടോമോട്ടീവ് കയറ്റുമതിയും നടത്തുന്നു. $2.2 ബില്യൺ കയറ്റുമതിയാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ നടത്തിയത്. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയുടെ വിമാന ഇറക്കുമതി ആകെ $6.3 ബില്യൺ. മെഡിക്കൽ ഉപകരണങ്ങളും ശാസ്ത്രീയ ഉപകരണങ്ങളുടെയും ഒക്കെ മൂല്യം $3.8 ബില്യൺ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ആഭ്യന്തര വ്യവസായത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയില്ല എന്ന് ഇന്ത്യയുടെ വിലയിരുത്തൽ. പകരം വലിയ തോതിൽ ചെലവ് കുറയ്ക്കും. വ്യാപാര അളവ് വർദ്ധിക്കുന്നതിലൂടെ മത്സരാധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ജനങ്ങൾക്ക് വലിയ അവസരം തുറന്നു കിട്ടും. താരിഫ് ഇളവുകൾ പ്രധാനമായും ഇന്ത്യയുടെ ഉൽപ്പാദകരുടെ ഇൻപുട്ട് ചെലവുകൾ കുറയ്ക്കും. താരിഫുകളും വിതരണ ശൃംഖല പുനഃക്രമീകരണങ്ങളും വഴി ആഗോള വ്യാപാരം കൂടുതൽ രൂപപ്പെടുമ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകും. ചർച്ചകൾ അവസാനിച്ച് ഇപ്പോൾ കരാർ ഒപ്പിട്ടിരിക്കുന്നു. ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ കരാർ നിലവിൽ വരും. കരാർ നടപ്പിലാക്കുന്നതിന് മുൻപ് യൂറോപ്യൻ പാർലമെന്റിന്റെ അംഗീകാരം അനിവാര്യമാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനെത്തിയത് യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നേതൃത്വം. ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നയതന്ത്ര വിദഗ്ധരുടെ വലിയ വിജയം തന്നെ. അടുത്ത കാലത്ത് മുഴുവൻ യൂറോപ്യൻ യൂണിയൻ കോളേജ് ഓഫ് കമ്മീഷണർമാരും ഇന്ത്യ സന്ദർശിച്ചു. വ്യാപാരത്തിന്റെ പരിധിക്കപ്പുറം തന്ത്രപരമായ ഒരു പങ്കാളിത്തമായി യൂറോപ്യൻ യൂണിയനെ ഇന്ത്യ കണക്കുകൂട്ടി. നയതന്ത്രജ്ഞർ ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത് സന്തുലിതവും ഭാവിയിലേക്കുള്ളതുമായ ഒരു ചുവടുവയ്പ് എന്നാണ്. ഇത് താരിഫ് കുറയ്ക്കും, നിയന്ത്രണ തടസ്സങ്ങൾ ലഘൂകരിക്കും, സേവന വിപണികൾ വലിയ തോതിൽ തുറക്കപ്പെടും, വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി ശക്തിപ്പെടും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 450 ദശലക്ഷം ഉപഭോക്താക്കളുള്ള ഉപഭോക്തൃ വിപണിയിലേക്കാണ് വലിയ പ്രവേശനം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥ ഏറെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു ഗാഢാലിംഗനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണാത്മക താരിഫ് നിലപാടുകളുടെ തിരിച്ചുവരവ് വിപണികളെ അസ്ഥിരമാക്കിയിരുന്നു. ചുരുക്കത്തിൽ ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ചരിത്രപരമായ ഒരു വ്യാപാര കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അതിപ്രധാനമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.